ഹായ് ടീച്ചർ. ഹായ് മക്കളെ, ഞാൻ ടീച്ചർ. മിടുക്കന്മാരായി നിങ്ങളെ പഠിപ്പിക്കാൻ എനിക്ക് വളരെ ഇഷ്ടമാണ്. നമുക്ക് പഠിച്ചു മുന്നേറാം. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപ് ഡോക്ടർ ബിട്ടു പറയുന്നത് കേൾക്കാം. ഹായ് പൊന്നുമക്കളെ, ഞാൻ ഡോക്ടർ ബിട്ടു. കൂട്ടുകാർ ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും ടിഷ്യൂ അല്ലെങ്കിൽ ഹാൻഡ് കർച്ചീഫ് ഉപയോഗിച്ച് വായ മറയ്ക്കാൻ പ്രത്യേകം ശീലിക്കണം. കൊറോണ വൈറസ് പോലെയുള്ള രോഗങ്ങളുടെ വ്യാപനം നിയന്ത്രിക്കുന്നതിനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗങ്ങളിൽ ഒന്നാണിത്. ശരിയായ രീതിയിൽ നിങ്ങൾ തുമ്മുമ്പോഴോ ചുമക്കുമ്പോഴോ ഹാൻഡ് കർച്ചീഫ് ഉപയോഗിച്ച് വായ മറയ്ക്കാൻ ഒരിക്കലും മറന്നു പോകരുത്. അപ്പോൾ ഇന്നത്തെ കാര്യം മനസ്സിലായല്ലോ. ഇനി ടീച്ചറുടെ ക്ലാസ്സിലേക്ക് പോവാം. ഹായ് കുട്ടികളെ, ടീച്ചറ് ഇന്ന് കുട്ടികൾക്ക് ഒരു പൂച്ചയും കൊണ്ടാണ് വന്നിട്ടുള്ളത്. ഒരു പൂച്ചയുടെ പിക്ചർ. അപ്പൊ ടീച്ചർ ഇന്ന് എന്തായിരിക്കും, കളറായിരിക്കുമല്ലോ ചെയ്യാൻ പോകുന്നത്. കുട്ടികൾക്ക് കളറിങ് ഇഷ്ടമായത് കൊണ്ടാണ് ടീച്ചർ കളറിങ് ആയിട്ട് വീണ്ടും വീണ്ടും വരുന്നത്. സോ ഇതൊരു പൂച്ചയാണ്. പൂച്ചയുടെ ഇംഗ്ലീഷ് എന്താ? ക്യാറ്റ്. പൂച്ചക്കുട്ടിയുടെയോ? കിറ്റൺ. സോ ക്യാറ്റും കിറ്റണും, പൂച്ചയും പൂച്ചക്കുട്ടിയും, ക്യാറ്റും കിറ്റണും. ഓക്കെ, അപ്പൊ ഇതൊരു ക്യാറ്റാണ്. ഒരു പൂച്ചക്കുട്ടിയൊന്നും അല്ലല്ലോ, ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു ക്യാറ്റാണ്. സോ അതിൻ്റെ ആ ഒരു കഴുത്തിൻ്റെ ഭാഗത്ത് നമ്മൾ ഏത് കളറാണ് ഇപ്പൊ കൊടുക്കുന്നുള്ളത്? കുട്ടികൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഏത് കളറാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? യെസ്, വെരി കറക്റ്റ്. അതൊരു ഏത് കളറാണ്? ബ്രൗൺ കളർ, കാപ്പി കളറാണ്. സോ കാപ്പി കളർ നമ്മൾ ആ ഒരു പോർഷനിൽ നമ്മൾ കൊടുത്തു, ഒരു നെക്ക് ഏരിയയിൽ. പിന്നെന്താണ് പൂച്ചയുടെ പ്രത്യേകത? എന്താ? മുഖത്ത് മീശ ഉണ്ടാവും അല്ലേ? മൂന്ന് മീശ, ഒരു 3-4 മീശകൾ ഉണ്ടാവും മുഖത്ത്. അതൊരു ക്യൂട്ടാണോ? അതൊരു പെക്യുലാരിറ്റി ആണ് പൂച്ചയുടെ. ഓക്കെ, പൂച്ചയുടെ ചെവിയുടെ ഭാഗത്ത് ഗ്രേ കളർ ഓൾറെഡി ഉണ്ട്. സോ നമ്മൾ അതിൻ്റെ ഒരു ഔട്ടർ പോർഷൻ, അതായത് ആ ഒരു പുറം ഭാഗത്ത് നമ്മൾ എന്ത് കളറാണ് കൊടുക്കുന്നുള്ളത്? ബ്രൗൺ കളർ. സെയിം ബ്രൗൺ കളർ വെച്ച് മുടി പോലെ മുമ്പിലേക്കുള്ള കുറച്ച് രോമം ആ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് അതും ബ്രൗൺ കളർ കൊടുത്തു. ആൻഡ് ഈ പൂച്ചക്ക് സാധാരണ ബ്ലഷ് പോലെ അവിടെ നമ്മൾ കവിളത്തായിട്ട് 2 ഡോട്ട്സ് ഉണ്ട്. അപ്പോൾ ആ ഒരു സർക്കുലർ ഡോട്ട്സിന് നമ്മൾ ബ്രൗൺ കളർ കൊടുത്തു. പിന്നെ ഇവിടെയൊക്കെ നമ്മൾ ബ്രൗൺ കളർ കൊടുക്കുന്നുള്ള 4 കാലിൻ്റെ പോർഷനും ആ ഒരു പോസ് എന്ന് പറയും അല്ലേ, PAWS. ഓക്കെ, ആ ഒരു നഖമൊക്കെ വരുന്ന ആ ഒരു ഭാഗത്ത് നമ്മൾ ബ്രൗൺ കളർ കൊടുത്തു. പിന്നെ പൂച്ചയുടെ ഏതൊക്കെ ഭാഗം? ബോഡി പോർഷൻ, ഫേസ്, അതേപോലെ ടെയിൽ. ഇത്ര പോർഷൻ, അതായത് ടെയിൽ എന്ന് വെച്ചാൽ വാലാണ്, ബോഡി പോർഷൻ എന്ന് പറഞ്ഞാൽ പൂച്ചയുടെ ആ ഒരു ശരീരം, പിന്നെ ഫേസ് പൂച്ചയുടെ മുഖത്ത്. അങ്ങനെ ഇത്ര ഭാഗത്താണ് നമ്മൾ കളർ കൊടുക്കാൻ ബാക്കിയുള്ളത്. സോ ഫേസിന് നമ്മൾ ഏത് കളറാണ് കൊടുക്കുന്നുള്ളത്? ബ്ലാക്ക് കളർ. അപ്പോൾ കറുത്ത കളറാണ് നമ്മൾ ഫേസിന് കൊടുക്കുന്നത്. ഓക്കെ, കുട്ടികൾക്ക് ബ്ലാക്ക് കളർ ഇഷ്ടമല്ലേ? ചില കുട്ടികൾ ടീച്ചർ പറയുന്ന കേട്ടു, അതായത് ചില കുട്ടികൾക്ക് ബ്ലാക്ക് കളർ ഇഷ്ടമല്ല എന്ന്. പക്ഷെ ബ്ലാക്കും എന്ത് ഭംഗിയാലേ നോക്കൂ കാണാൻ. ഓക്കെ, ബ്ലാക്കും നല്ല ഭംഗിയുള്ള ഒരു കളറാണ്. ഈ പൂച്ചയെ തന്നെ നോക്കൂ, ബ്ലാക്ക് കളർ കൂടി കൊടുത്തപ്പോൾ എന്ത് ഭംഗിയായി. സോ ബ്ലാക്ക് കളറും ഇഷ്ടപ്പെടാനുള്ള കുറേ കാരണങ്ങളുണ്ട്. കാക്ക ബ്ലാക്കാണ്. കാക്കയുടെ എല്ലാവർക്കും ഇഷ്ടമല്ല, എന്ത് വൃത്തിയുള്ള ഒരു ജീവിയാണ് കാക്ക. പക്ഷെ കറുത്ത കളർ എന്തുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടമാവാത്തതെന്നറിയില്ല. പക്ഷെ ടീച്ചർ പറയാണ് കുട്ടികൾ ഇഷ്ടപ്പെടാനൊന്നും നിൽക്കരുത് കേട്ടോ. ബ്ലാക്ക് കളർ അതും നല്ലൊരു ക്യൂട്ടായിട്ടുള്ള കളറാണ്. സോ ഇനി നമ്മൾ ബോഡി പാർട്സിൽ ചില പോർഷൻസിൽ നമ്മൾ ബ്ലാക്ക് കളർ കൊടുക്കുകയാണ്. വാലിന് കണ്ടോ, പൂച്ചെടി ടെയിലിന് ചെറുതായിട്ട് കട്ടിങ്സ് വരുന്നുണ്ട്. കട്ടിങ്സ് അല്ല, ഒരു ചെറിയൊരു ഡിസൈൻ പോലെ വരകൾ. അപ്പം നമ്മൾ ആ ഒരു സ്ട്രൈപ്സിന് നമ്മൾ ബ്ലാക്ക് കളർ കൊടുക്കുകയാണ്. സോ അവിടെ നമ്മൾ ബ്ലാക്ക് കൊടുത്തു. അപ്പോൾ ഒരു നല്ല ടച്ച് വന്നല്ലേ. നമ്മൾ പിങ്ക് കളർ അതിൻ്റെ ചെവിയിൽ കൊടുക്കാൻ പോവാണ്. 2 ചെവീൻ്റെ അകത്തുള്ള ആ ഒരു പോർഷൻ.
ശരിക്കും പൂച്ചക്ക് ആ ഒരു ടൈപ്പ് കളറായിരിക്കും അല്ലേ ചെവി ഭാഗത്തുണ്ടാവുക. നമ്മൾ അതേപോലെ അതിൻ്റെ ബോഡിയിലും പിങ്ക് കളർ കൊടുക്കാൻ പോവാണ്. യെസ്, പിങ്കും ക്യൂട്ടായിട്ടുള്ള ഒരു കളറാണ്. പിങ്കും ബ്ലാക്കൊക്കെ വന്നപ്പോൾ നല്ലൊരു എടുപ്പല്ല, ഒരു ഓമനത്തുള്ളൊരു പൂച്ചയായിട്ട് നമുക്ക് തോന്നുന്നുണ്ടല്ലേ. ഭയങ്കര ലവിങ് ആയിട്ടുള്ളൊരു പൂച്ചയായിട്ട്. പൂച്ച പിന്നെ ക്യാറ്റ് എന്ന് പറയുന്നത് ഒരു പെറ്റ് അനിമലാണ്, ഒരു വളർത്തു മൃഗമാണ്. അപ്പം എത്ര കുട്ടികൾക്ക് പെറ്റ് അനിമൽസ് ഉണ്ട്? അതിൽ എത്ര കുട്ടികളാണ് ക്യാറ്റിനെ പെറ്റ് അനിമലായിട്ട് വളർത്തുന്നുള്ളത് എന്ന് പറയണേ. ടീച്ചർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം എന്താണ്, മനുഷ്യർക്ക് മനുഷ്യരോട് മാത്രമല്ല തൻ്റെ സഹജീവികളോട് എന്ത് വേണം, ഇഷ്ടം വേണം അല്ലേ. ഓക്കെ, നമ്മൾ ഇനി ഒരു ഓറഞ്ച് കളറും കൂടി എടുത്ത് നമുക്ക് അതിൻ്റെ ബോഡി ഫുൾ ഫിനിഷ് ചെയ്യാം അല്ലേ, പെയിൻറ് ചെയ്ത്. സോ നമ്മൾ ഓറഞ്ച് കളറും കൂടി കൊടുക്കുകയാണ്. അങ്ങനെ നമ്മളെ പൂച്ച ഏകദേശം ഇവിടെ എന്താണ് പെയിൻറ് ചെയ്ത് കഴിയാറായി. നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട്. നമ്മളെന്താ ഒരിക്കലും ഭയങ്കര മാച്ചിങ് ആയിട്ടല്ല ടീച്ചർ ഇവിടെ പെയിൻറ് കൊടുക്കുന്നുള്ള. ടീച്ചർ ഇവിടെ എന്താണ് കുട്ടികൾക്ക് ഓരോ കളർ പരിചയപ്പെടുത്തി തരാണ്. പിന്നെന്താ എങ്ങനെയൊക്കെ കളർ കൊടുക്കണം എന്ന് പറയുകയാണ്. അതേപോലെ ഓരോ കളറിനെയും കുട്ടികളെ കൊണ്ട് ഇഷ്ടപ്പെടിപ്പിക്കും കൂടിയാണല്ലേ ചെയ്യുന്നത്. ഓക്കെ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ടീച്ചർ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതെല്ലാം മനസ്സിലാവുന്നുണ്ട് എന്ന് ടീച്ചർ വിചാരിക്കുന്നു. നിങ്ങൾ ഇതുപോലെ ആക്ടിവിറ്റീസൊക്കെ ചെയ്യണം. അപ്പം മിടുക്കരായിരിക്കൂ കേട്ടോ. ബൈ. ഹായ്, ഞാൻ ടീച്ചർ. നമ്മുടെ കുഞ്ഞോമനകൾക്ക് ഇത്തിരി കളികളിലൂടെ ഒത്തിരി അറിവുകൾ പകർന്നു നൽകാൻ ഞാൻ ഇനി തൊട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാകും. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് നന്മയുള്ള മക്കളായി നമ്മുടെ മക്കളെ ഡോക്ടർ ബിട്ടുവിന്റെ സഹായത്തോടു കൂടി വളർത്തിയെടുക്കാം.